അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷാലൂസ് ഡ്രീമിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് അണ്ടിപ്പുട്ട്, മലപ്പുറംകാരുടെ ഒരു സ്പെഷ്യൽ ഫുഡാണ്. അത് ഫുഡല്ല, നമുക്ക് സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ലഡു പോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നമുക്കിതിന് വേണ്ടത് നമ്മുടെ നാടൻ കുത്തിരിയാണ്. ഈ കുത്തിരി, പിന്നെ വേണ്ടത് കുത്തിരിയുടെ അതേ അളവിൽ തേങ്ങ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പകുതി കാഷ്യൂ, പിന്നെ നമുക്കതിലോട്ട് വേണ്ടത് ശർക്കരയാണ്. ഇതുപോലത്തെ 2 ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് റൈസാണ്, കുത്തരിയാണ്. ഈ 2 കപ്പ് റൈസ് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ടിട്ട് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പം അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തവരെ നമ്മൾ വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ അരിമണി എല്ലാം പൊട്ടിക്കഴിഞ്ഞ ശേഷം എല്ലാം ഒന്ന് പൊട്ടി വരുന്ന നമ്മൾ അരി വറുക്കുന്ന പോലെ വറുത്തതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കാഷ്യൂ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ കാഷ്യും കൂടെ ചൂടാക്കി നമുക്ക് ആ ഫ്രൈ പാനിനായിട്ട് ചൂടാക്കി അതും മാറ്റി വെക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് മിക്സ് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ അരി നന്നായിട്ട് നൈസായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് തേങ്ങയും ശർക്കരയും ഇതുപോലെ നന്നായിട്ട് ജ്യൂസി പോലെ നമുക്ക് എന്ത് ചെയ്യാം, അരച്ചെടുക്കാം. ശർക്കര ഞാൻ ഇതുപോലെ ഒന്ന് കത്തി വെച്ച് ചെറുതാക്കി എടുത്തിട്ടുണ്ട് ഗ്രൈൻഡ് ചെയ്യാനുള്ള ഈസിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, കാഷ്യൂ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി, ഒത്തിരി നമുക്ക് പൊടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം ഈ പൊടിച്ച് വെച്ച റൈസിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതേ അളവിൽ എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേ അളവിൽ നമുക്ക് ഇത് ബോളാക്കി എടുക്കാനും കഴിയും. ഇപ്പോൾ നമുക്ക് ഇതേ അളവിലല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഡ്രൈ ആയിട്ട് പോകും. അങ്ങനെ ഡ്രൈ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഭയങ്കര ഹാർഡായിട്ട് മാറും. ഞാൻ ഈ പറയുന്ന അളവിലാണെങ്കിൽ ഇത് നല്ല സോഫ്റ്റായിട്ട് കഴിക്കാനൊക്കെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കും. ഇനി നമുക്കിതെല്ലാം ഇതുപോലെ ബോളാക്കി എടുത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്കിതുപോലെ വേണമെങ്കിൽ കീപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.